ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരും കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയോട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാരക്കുട്ടനായ ആ ഒരു ബാങ്കിലെ ഓഫീസർ തന്നെയാണ്. അങ്ങനെ ആ ഓഫീസർ പഞ്ചാര അടിക്കുക മാത്രമല്ല കേട്ടോ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജയന്തിയെ പറഞ്ഞ് ജയന്തിയുടെ മനസ്സിളക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല മേഡം, ഈ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ ആകെ വഷളാണ്. അപ്പോഴത്തേക്കും ജയന്തി ചോദിച്ചു, അപ്പം താനോ? എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരാണായതുകൊണ്ട് ആണുങ്ങളുടെ മനഃശാസ്ത്രം എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അല്ല, ഈ ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ, അവർക്ക് 10ഓ 500ഓ ഒക്കെ കൊടുത്ത് പിന്നെ വീട്ടിലെ കുറച്ച് കഷ്ടതയൊക്കെ അവരിങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഇവന്മാരുടെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. മാത്രമല്ല, ഇച്ചിരി ചെറുപ്പക്കാരും കൂടെ ആണെങ്കിൽ പറയണ്ട, ഇവന്മാര് ഓരോന്ന് പറഞ്ഞ് അവൾമാരെ പാട്ടിലാക്കും. അവൾമാരെ ദാരിദ്ര്യം പിടിച്ചിരിക്കുകയായിരിക്കേ, അപ്പൊ പിന്നെ അവൾമാര് വീഴാതിരിക്കുവോ? ഇങ്ങനെയൊക്കെ തന്നെയാ ഓരോരോ വീട്ടിലും ഓരോരോ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ വൈജയന്തി ആരെയാ ഓർക്കുന്നത്? വൈജയന്തിയുടെ കെട്ടിയവനെ, നമ്മുടെ ബാലേന്ദ്രനെ. അപ്പം ബാലേന്ദ്രന്, അലീന, ഇതെല്ലാം മനസ്സിലൂടെ വന്ന ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ വൈജയന്തിയുടെ മനസ്സിൽ കാറുമേഘം ഇരുണ്ടു മൂടുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജയന്തി വിഷയം മാറ്റിവിടാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വൈജയന്തിക്ക് ആ ഒരു ടെൻഷൻ വരും. അപ്പം വൈജയന്തി തന്നെ, അതെ താനൊരു കാര്യം ചെയ്യും മാഷ് പോയി ചോറൊക്കെ കഴിച്ചിട്ട് വാ, 2 മണിയാകുന്നല്ലേ ഉള്ളൂ, പുറത്തുനിന്ന് ഭക്ഷണം പോയി കഴിച്ചിട്ട് വാ, എനിക്കാണ് ഒരു ക്ലയന്റ് ഉണ്ട്. ഓ, എന്തിനാ എൻ്റെ പൊന്നു മേഡം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? മേഡം എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. മേഡം എന്തിനാ ഇത്രയും മാത്രം കഷ്ടപ്പെട്ട് ക്ലയന്റുകൾക്കും അതുപോലെ തന്നെ വിസിറ്റുകളും ഒക്കെ നല്ല സത്യസന്ധയായിട്ട് തന്നെ മേഡം പോകുന്നത്? ഇത്രയും വലിയ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കള്ളത്തരം കാണിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ, ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ലല്ലോ. അതെ, ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കുന്നു. ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ അറിയില്ല മാഷെ. മാഷിപ്പോൾ പോ, ദേ ഒരു ക്ലയന്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോ വന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇയാളങ്ങ് പോവുകയാണ്. എന്നാൽ പിന്നെ മേഡം ഞാൻ പോവാന്ന് പറഞ്ഞ് പോവുക. നമ്മുടെ വൈജയന്തിയുടെ മനസ്സിൽ ഭർത്താവിന് എന്താ പറയുക, അതായത് നമ്മുടെ ബാലേന്ദ്രനെ ഒരു വൃത്തികെട്ടവനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോഴേക്കും എന്താ, നമ്മുടെ വൈജയന്തിക്ക് ഇങ്ങേരോട് ഒരു അടുപ്പം തോന്നുന്നൊക്കെ ഇങ്ങേർക്ക് ഒരു വിചാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങേരുടെ ഭാര്യനെ കുറിച്ച് കുറ്റം നമ്മുടെ വൈജയന്തിയോട് പറഞ്ഞു കൊടുത്തത്. എന്തൊക്കെ റൂട്ടാണല്ലേ, എവിടെയൊക്കെയാണല്ലേ റൂട്ട് വലിക്കാൻ പറ്റുന്നത്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിൽക്കുകയാണേ. അപ്പൊ നമ്മുടെ വൈജയന്തിയുടെ അമ്മേനെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് നാളായല്ലോ, കാലിലെങ്ങാണ്ട് എന്തോ പാസ്റ്റർ എങ്ങാണ്ട് ഇട്ടിട്ട് ഒത്തിരി നാളായി. അപ്പൊ അത് കളയാൻ വേണ്ടി പോവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശിയോടൊപ്പം. പറഞ്ഞു ഡോക്ടറിനോട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, വേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്, ചെറിയ കുത്തി വേദന വരുന്നു പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, അത് വരും, സാരമില്ല. ഏതായാലും നമുക്ക് എത്ര നാൾ ഇങ്ങനെ കാലിങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് നടക്കാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വാസ്റ്റർ നമുക്ക് അഴിച്ചേക്കാന്ന് പറയാണ്. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഫ്രീ ആയിട്ട്, കാല് ഫ്രീ ആയിട്ട് ഇട്ടേരെ, പിന്നെ മുട്ടിന് താഴെ വേറെ എന്തോ ഒരു പുതിയ വാസ്റ്ററും കൂടെ വെച്ച് കിട്ടുവാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രൻ വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? അതെന്താ ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നൂടെ? അല്ല വൈജയന്തി, ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് പെട്ടെന്നൊക്കെ വരുന്നത് അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹോസ്പിറ്റലല്ലേ, തിരക്കൊക്കെ കാണില്ലേ. ഈ വൈജയന്തിയുടെ അടുത്ത് ആരും തിരക്കുണ്ടെന്ന് പറയില്ല. മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ബാലേന്ദ്ര. ഏതായാലും ബാലേന്ദ്രൻ കയറി വാ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കയറി വന്നു, അകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അലീന കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനിടയിൽ നമ്മുടെ ഹരിശങ്കർ ഇല്ലേ, ഹരിശങ്കർ രോഹിത്തിനെ വിളിക്കുകയാണ്, വൈജയന്തിയുടെ മൂത്ത മോനെ വിളിക്കുകയാണ്. അങ്ങനെ മൂത്ത മോനെ വിളിച്ചിട്ട്, എന്തായിടാ കാര്യങ്ങളൊക്കെ, നീ എന്തെടുക്കാടാ? അതെ, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ സെറ്റാക്കിയോ? എന്ത് കാര്യം? അല്ല, മറ്റവളെ നീ വളച്ചോ? എടാ, നിനക്ക് ഇത്രയും സമയം കിട്ടിയിട്ട് നീ മറ്റവളെ വളച്ചില്ലെന്ന് പറഞ്ഞാലേ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് പാടാണേ. എടാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് വളച്ചെടുക്കത്തില്ലേടാ? ആ ചായ കൊണ്ട് തരുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുമ്പോഴോ നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5ഓ 10ഓ ഒക്കെ കയ്യിലങ്ങ് വെച്ച് കൊടുക്കണം. ഇവറ്റകൾക്ക് ഒരു 100 രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അവർക്കതൊക്കെ വലിയ സന്തോഷമാണ്. പിന്നെ നീ നിന്റെ പരിധിയിൽ കൊണ്ടുവരണം.
എങ്ങനെ നിനക്ക് കാര്യം പിടികിട്ടിയോ? ആ, കാര്യമൊക്കെ മനസ്സിലായി. എനിക്കെന്തോ അവളുടെ അടുത്തേക്ക് പോകുമ്പം ഒരു പേടിയാ. അവളുടെ ആ ഒരു നോട്ടം, അതിൽ വേറെ എന്തോ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നുക. ദേ അതൊക്കെ നിന്റെ തോന്നല. ഞാൻ പറഞ്ഞില്ലേ, അവൾ ഒരു ദിവസം എനിക്കിട്ടൊരു കിസ് അടിച്ചതാടാ. അതുപോലൊരു കിസ് നിനക്ക് വേണ്ടേ? നീ ചെല്ലടാ, ധൈര്യമായിട്ട് ചെല്ല്. പിന്നെ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് തരാം. അതിന് നീ ഒരു കാര്യം ചെയ്യ്, നാളെ മറ്റും ഇങ്ങോട്ട് ഇറങ്ങ്. ഇവിടെ ഞാൻ ഫ്രീ ആണ്. ഇവിടെ ഇപ്പം മനുവേട്ടനില്ല. അതുപോലെ തന്നെ അമ്മയുടെ കാര്യം നോക്കി അത് വഴിക്ക് നടക്കുക. നീ ഏതായാലും ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു 1000 രൂപ 1000 രൂപ എടുക്കാൻ മറക്കരുതെന്ന് പറയാം. 1000 രൂപയോ? അതെന്തിനാ? അത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടടാ. ഞാൻ നിനക്ക് തിരിച്ചു തരുമല്ലോ ഇത്. പണ്ട് തന്ന പൈസയല്ലേ ഞാൻ അച്ഛൻ ഗൾഫിന് പോയി ആ ഒരു സമയത്ത് തിരിച്ചു തന്നത്, നീ ഓർക്കുന്നില്ലേ? അതേ തിരിച്ചു തരും. എടാ, ഞാൻ തന്നെ 500 1000 ഒക്കെ എങ്ങനെയാ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴല്ലേ ഞാൻ നിനക്കിപ്പോൾ 1000 കൊണ്ട് തരാൻ പോകുന്നത്. അപ്പം നിന്റെ കയ്യിൽ ഇല്ലല്ലേ? നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. അല്ലാതെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഹരിശങ്കർ ആണെങ്കിൽ പൈസ എവിടെന്നേലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. പുള്ളിക്കാരന് 10-12 പെണ്ണുങ്ങളുടെ പുറകെ പോകാനുള്ളതാണല്ലോ. അപ്പം അവർക്ക് ഇങ്ങനെ ചെറിയൊരു ട്രീറ്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് പൈസ ഇല്ലാതെ പറ്റത്തില്ല. എന്താണല്ലേ പ്രായത്തിൻ്റെ ഓരോരോ തിളപ്പല്ല. അത് പിന്നെ എന്താ പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ ഹസ്ബൻഡ്, അയ്യോ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സീനുണ്ട് കേട്ടോ, പ്രധാനപ്പെട്ട സീന്. അത് ഞാൻ മറന്നുപോയി. നമ്മുടെ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനെ. അങ്ങനെ ഈ വീൽ ചെയറിലൊക്കെ ഇരുന്നിങ്ങനെ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് മുത്തശ്ശി വന്നിരിക്കുമ്പോഴത്തേക്കും അലീന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണോ, അയ്യോ പറയുകയാണ്, എത്ര നാളായി മോളെ ഈ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ റൂമിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. 3 മാസം ഞാൻ അനുഭവിച്ചു. മോളും കൂടി ഇല്ലായിരുന്നെങ്കിലേ ഞാൻ പെട്ടുപോയേനെ മോളെ. ഇനിയിപ്പം മുത്തശ്ശിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നേ ഉടനെ തന്നെ. എനിക്ക് തോന്നുന്നില്ല മോളെ ഉടനെ ഒന്നും എണീറ്റ് നടക്കാൻ പറ്റുമെന്ന്. ദൈവം തന്നെ ഇച്ചിരി ആയുസ് കൂട്ടി തന്ന എനിക്ക് തോന്നുന്നത്. അതെ, ദൈവം കൂട്ടി തന്ന ആയുസൊന്നുമല്ല. ദൈവമൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ് തീരാതെയും അതിനിടയിലുള്ള കഷ്ടതകൾ അനുഭവിക്കാതെ ഒന്നും നമുക്ക് ഈ ഭൂമി വിട്ടു പോകാൻ പറ്റില്ലല്ലോ മുത്തശ്ശി. അതുകൊണ്ട് മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. അല്ല മോളെന്താ കഴിക്കാത്തത്? എനിക്ക് വേണ്ട. അല്ല മോളൊരു കാര്യം ചെയ്യുക, ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യോ ഞാൻ ഇപ്പം കഴിക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ദേ മോള് ബാന്നേ, ഇപ്പം ഇവിടെ ഇരുന്ന് കഴിക്കുന്നേ. ദേ മോള് ഇവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ജയന്തി വഴക്ക് പറയുന്നോർത്താണോ? ജയന്തി ഇപ്പം ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം? വന്നിരുന്ന് കഴിക്കാൻ പറയുമ്പോഴത്തേക്കും ഇല്ല, ഇവിടുത്തെ സാറും മേഡവും പറയാതെ ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കില്ല. അത് ചിലപ്പോൾ എനിക്ക് അർഹതയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അർഹത എനിക്കാ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ളത്. അപ്പം പെട്ടെന്ന് മുത്തശ്ശി ഞെട്ടാണ് കേട്ടോ. മോളെന്താ പറഞ്ഞത്? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറയും മുത്തശ്ശി കഴിക്കുക എന്നൊക്കെ പറയാം. ഏതായാലും നമ്മുടെ അലീനയുടെ വായിൽ നിന്ന് അറിയാതെയെങ്കിലും ഇത് കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുത്തശ്ശിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. മുത്തശ്ശി നമ്മുടെ അലീനയെ സ്നേഹിക്കുമോ ഇപ്പോഴത്തെ പോലെ? ഇനിയിപ്പോൾ വൈജയന്തിയുടെ മോളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകും. അലീന അവിടെ കയറി വന്നാൽ, അലീന ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ പുള്ളിക്കാരിക്ക്. ഏതായാലും പുള്ളിക്കാരി ഇപ്പോൾ ഒന്നും അറിയാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ബാലേന്ദ്രൻ അവിടെ വെച്ചിരുന്ന പൈസ കാണുന്നില്ല, ട്രോമേശയ്ക്കകത്ത് വെച്ചിരുന്ന. അങ്ങനെ വൈജയന്തിനെ വിളിക്കുകയാണ്. വൈജയന്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ബാലേന്ദ്ര എന്ന് ചോദിച്ചപ്പം ഇതിനകത്ത് ഞാൻ ഒരു 7300 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്തുനിന്ന് ഒരു 1000 രൂപ കാണുന്നില്ല. നീ എടുത്തായിരുന്നോ? എനിക്ക് എന്തിനാ നിങ്ങളുടെ പൈസ? ഞാൻ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എനിക്കൊന്നും നിങ്ങളുടെ പൈസയുടെ ആവശ്യമില്ല. അതെ ഇങ്ങ് തന്നെ, ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ഈ പറഞ്ഞ പോലെ 6300 രൂപയുള്ളല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത് 1000 രൂപ കാണാതെ പോയെന്ന്. 1000 രൂപ, ഇതിനു മുമ്പ് ഒരു 500 രൂപ ഇങ്ങനെ ഇടയ്ക്ക് പൈസ കാണാതെ പോകുന്നുണ്ട്. നീയേ നിന്റെ മക്കളെ ഇങ്ങ് വിളിച്ചേ, അവരാണ് എടുത്തതെങ്കിലേ ഞാനിന്ന് കൊടുക്കണുണ്ട്. അതേ എൻ്റെ മക്കള് പൈസയൊന്നും കൊടുക്കില്ല. അവർക്ക് പൈസ വേണമെങ്കിൽ അവരെന്നോട് ചോദിക്കും, ആവശ്യത്തിന് ചോദിക്കുകയും ചെയ്യും. ആവശ്യത്തിന് എൻ്റെ മക്കൾക്ക് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്യും. അവരൊന്നും പൈസ എടുക്കത്തൊന്നുമില്ല. ആര് പറഞ്ഞു നിന്റെ മക്കൾ പൈസ എടുക്കില്ലെന്ന്? ഈ പ്രായത്തിലാ ഇവന്മാർക്ക് കള്ളത്തരമൊക്കെ കാണിക്കാൻ തോന്നുന്നത്. രോഹിത്തിന് എനിക്ക് സംശയമുണ്ട്. അവനും എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. അതുപോലെ ബബിതയുടെ കയ്യിലും എപ്പോഴും ഒരു ഫോൺ കാണാം. നിങ്ങൾ എൻ്റെ മക്കളെ പറയാതെ ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, അലീനോട് ഒന്ന് ചോദിച്ചു നോക്കാം. മിക്കവാറും അവളായിരിക്കും. നമ്മളില്ലാത്തപ്പോ ഈ റൂമിൽ കയറുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് അവളല്ലേ. അപ്പൊ പിന്നെ അവളാകാനാ ചാൻസ് കൂടുതൽ. എന്തിനാ വൈജനി അവളുടെ ചോദ്യം ചെയ്തിട്ട് വെറുതെ സമയം കളയുന്നത്? അതിന്റെ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ കുട്ടി പൈസ എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല. വെറുതെ ചുമ്മാ വീണ്ടും നാണം കെടേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നാണം കെടാനൊന്നും അല്ല.
എനിക്ക് ഉറപ്പുണ്ട് പൈസ അവൾ തന്നെയാണ് എടുത്തത്. ആ മോതിരവും അവൾ തന്നെയാണ് എടുത്തത്, അത് ഉറപ്പാ. എന്നിട്ട് അവൾ പിടിക്കപ്പെടുന്ന അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൊണ്ടുപോയി മോതിരം അവൾ എന്ത് ചെയ്തു, എൻ്റെ പേഴ്സിനകത്ത് വെച്ചു. അപ്പം ഞാൻ കണ്ടുപിടിക്കില്ലല്ലോ അവൾ ആരാന്നറിയാമോ സാധനം. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജയോട് വീണ്ടും ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്നു വൈജയ്, നീ നിന്റെ മക്കളെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞ് ബബി, എടാ രോഹു ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് മക്കളെ വിളിച്ചു. അവർ വന്നു. അവർ വന്നപ്പോഴത്തേക്കും ബബിയോട് ചോദിച്ചു, അല്ല ബബി, നീ പൈസ എടുത്തായിരുന്നു എൻ്റെ പോക്കറ്റിൽ നിന്ന്? ഏയ് ഇല്ല അച്ഛാ, നിനക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ. ഞാൻ പൈസ എടുത്തില്ല അച്ഛാ, ഞാൻ വേണമെങ്കിൽ ചോദിക്കൂലോ. അല്ല രോഹു, നീ എടുത്തോ പൈസ? ഏയ് ഞാൻ എടുത്തില്ല. എന്താടാ നിന്റെ മുഖത്തൊരു കളി? ഞാൻ എടുത്തില്ല അച്ഛാ, എനിക്ക് പൈസയുടെ ആവശ്യമില്ലായിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബബിത പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുമായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടും എടുത്തില്ല, അപ്പൊ പൈസ പിന്നെ കാറ്റത്ത് പറന്നു പോയോ? അതെന്താ അച്ഛൻ കൃഷ്ണനെ ചോദ്യം ചെയ്യാത്തത്? അവള് പൈസ എടുക്കില്ലെന്ന് എനിക്കറിയാം. കാരണം അവള് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് അവളോട് ഞാൻ ചോദിക്കാത്തത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വൈജയന്തി വന്നിട്ട്, അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് അവള് തന്നെ എടുത്തത്, ഇന്ന് അവളുടെ വായിൽ നിന്ന് തന്നെ അത് ഞാൻ കേൾക്കും എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെല്ലാണ്. അങ്ങനെ കിച്ചണിലേക്ക് ചെന്ന് കേട്ടോ, കിച്ചണിലേക്ക് ചെന്നിട്ട് ചോദിക്കുക, അതെ അലീന, നിനക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? പൈസയ്ക്കോ? എനിക്ക് പൈസയ്ക്ക് ഒരാവശ്യമില്ല മേഡം. അല്ല, നിനക്കിനി കടം മേടിച്ചവർക്ക് കൊടുക്കാനോ അങ്ങനെ വല്ലതും ആവശ്യമുണ്ടോ? ഏയ് ഇല്ല ഇല്ല മേഡം, എനിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല. അതുമല്ല, ഞാൻ കടമൊന്നും ഞാൻ എവിടെ നിന്ന് മേടിക്കാറില്ല മേഡം. എനിക്ക് കടം മേടിക്കേണ്ട കാര്യമില്ല മേഡം. ആ ദേ, നീ സത്യം പറഞ്ഞോ? പിന്നെന്തിനാ നീ 1000 രൂപ ബാലേന്ദ്രന്റെ റോമേശയ്ക്കകത്ത് നിന്ന് എടുത്തത്? അയ്യോ ഞാൻ എടുത്തില്ല മേഡം. നീ വെറുതെ നുണയൊന്നും പറയണ്ട കേട്ടോ. അതെ, നീ കൂടുതൽ പതിവ്രത ആകാനും നോക്കണ്ട. സത്യം പറഞ്ഞോ, നീ അല്ലേടി ആ പൈസ എടുത്തത്? മേഡം, ഞാൻ പൈസ എടുത്തിട്ടില്ല. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളോ? മേഡത്തിന്റെ മക്കളില്ലേ? മേഡത്തിന്റെ മക്കളിനോട് ചോദിക്കത്തില്ലേ അവരാരെങ്കിലും എടുത്തെങ്കിലോ? എന്റെ മക്കളെ പറയാൻ നീ ആരടി? അവർക്കങ്ങനെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, അവർക്ക് പൈസ വേണമെങ്കിൽ അവരെന്നോട് ചോദിക്കും. നിന്നെപ്പോലെ തന്തയും തള്ളയും ഇല്ലാതെ വളർന്നതല്ല അവര് തന്തയുടെയും തള്ളയുടെയും കീഴിൽ തന്നെ നിന്ന് ഞങ്ങൾ പറയുന്നത് കേട്ട അവര് വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കള് കണ്ടവരെ പോലെ ആവില്ല. അതും പ്രത്യേകിച്ച് നിന്നെ പോലെ തെണ്ടി തിന്നുന്നവർക്കല്ലേ തെണ്ടി തിന്നാൻ പറ്റത്തുള്ളൂ. എൻ്റെ മക്കൾ തെണ്ടി തിന്നിട്ടില്ലടി. എൻ്റെ മക്കൾക്ക് അന്തസ്സായിട്ടൊരു അച്ഛനും അമ്മയും ഉണ്ട്. അവരെ വളർത്തിയത് ഞാനും ബാലേന്ദ്രനുമാ. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആയി പോവില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. നമ്മുടെ അലീന കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. മിണ്ടിയിട്ട് കാര്യമില്ല വൈജയന്തിയോട്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തി അലീനനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അലീന തുണി മടക്കാനായിട്ടാണ്. അങ്ങനെ രോഹുവിന്റെ റൂമിന്റെ അടുത്താണ് തുണി മടക്കാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രോഹു വല്ലാത്തൊരു നോട്ടമൊക്കെ അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹരിശങ്കർ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ അലീനയുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് വളച്ചു നോക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ്റെ ഒരുക്കം. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ വൈകിട്ട് നമ്മുടെ നാളത്തെ പ്രേമവിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പം മറക്കാതെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.